നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. വർഷത്തിൽ ധാരാളം ഏകാദശികൾ ഉണ്ടെങ്കിൽ തന്നെയും ഭഗവാന് ഏറെ പ്രിയങ്കരവും ഐശ്വര്യവും അനുഗ്രഹദായകവുമാണ് വൈകുണ്ഠ ഏകാദശി എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് വൈഷ്ണവങ്ങളായ പുരാണങ്ങളിൽ സംഹിതകളിലൊക്കെ ഏറെ വർണ്ണിക്കുന്ന ഏറെ വിശേഷമായ ഒരു ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി. സ്വർഗവാതിൽ ഏകാദശി എന്ന് പേരുള്ളതുകൊണ്ട് തന്നെ ഈ ഏകാദശിയുടെ വലിയ മാഹാത്മ്യങ്ങളിൽ ഒന്നാണ്. ഇത് മോക്ഷത്തെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്ന ഏകാദശിയാണ്. അതുകൊണ്ട് ഒരു വർഷത്തിലെ മറ്റ് ഏകാദശികളൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും വൈകുണ്ഠ ഏകാദശി എടുത്തു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ ഫലം ഉണ്ടായെങ്കിൽ പരിപൂർണമായ ഒരു പുണ്യം അനുഗ്രഹം ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമുക്കൊക്കെ ഏകാദശി എങ്ങനെ എടുക്കണം എന്ന് അനവധി ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പലരും ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതേപോലെ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വിഷയമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ട് ഏകാദശി എപ്പോഴാണ് നോക്കേണ്ടതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാവട്ടെ ഈ വർഷമാവട്ടെ ഗുരുവായൂർ ഏകാദശിയെ സംബന്ധിച്ചും തൃപ്രയാറും നെല്ലുവായും മോക്ഷത ഏകാദശിയൊക്കെ ഏത് ദിവസമാണ് കലണ്ടർ നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ ഏകാദശി ദിവസങ്ങളൊക്കെ നിർണ്ണയിക്കുകയെങ്കിലും ഏത് ദിവസമാണ് ഇത് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് നിർണ്ണയിക്കുക എന്നൊക്കെ സജ്ജനങ്ങൾക്ക് ഏറെ സംശയം ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. അതിന് ഉത്തരമായിട്ട് അതിൻ്റെ സാങ്കേതികത ഒന്ന് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ് എല്ലാവർക്കും. ഏകാദശികളൊക്കെ സാധാരണ നമ്മൾ നോക്കാറുള്ളത് തിഥി സംബന്ധമായിട്ടാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നക്ഷത്ര സംബന്ധിയായിട്ടാണ് നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ. കേരളത്തിൽ പൊതുവെ അങ്ങനെയാണ്. ഇതര ദേശങ്ങളിലൊക്കെ നോക്കുമ്പോൾ നാം മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റു ദേശങ്ങളിലാണ് തിഥി അനുസൃതങ്ങളായിട്ട് നോക്കുക. ഏകാദശി തീർത്തും തിഥിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്രത ആചരണമാണ്. അപ്പൊ പകൽ സമയം കൂടുതൽ ഏകാദശി തിഥി വരുന്ന ദിവസത്തെ ഏകാദശി വ്രതമായിട്ട് കാണാം. അത് എല്ലാ ഏകാദശിയും ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. വെളുത്ത പക്ഷത്തിലെ ഏകാദശികളുണ്ട്, കറുത്ത പക്ഷത്തിലെ ഏകാദശികളുണ്ട്. എല്ലാ ഏകാദശിയും നമുക്ക് ഇങ്ങനെ പകൽ സമയം കൂടുതൽ തിഥി വരുന്ന ദിവസം എടുത്തിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷെ ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം 3 ദിവസങ്ങളിലായിട്ട് ഈ വ്രതത്തിന്റെ ഒരു നിഷ്ഠ കിടപ്പുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയാലേ അത് പൂർണ്ണമാവുള്ളൂ. കാരണം തലേന്ന് ദശമിക്ക് വൈകുന്നേരവും ഏകാദശി തിഥി മുഴുവനും ദ്വാദശിയുടെ രാവിലെയും കൂടെ ചേരുമ്പോഴേ യഥാർത്ഥത്തിൽ ഏകാദശിയുടെ ഒരു പൂർണ്ണതയിലേക്ക് വരുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇത് 3ഉം ചേരണം. യഥാർത്ഥത്തിൽ വ്രതം എടുക്കണത് അങ്ങനെയാണല്ലോ. തലേന്ന് ദശമിക്ക് വൈകുന്നേരം ഒരിക്കലൂണ് വേണം. ഏകാദശി ദിവസം പൂർണ്ണമായ വ്രതവും ഉപാസനയും അനുഷ്ഠിക്കണം. അതൊക്കെ അവരവരുടെ ശക്തിയും ഭക്തിയും പോലെ ചെയ്യാന്നേ പറയാനുള്ളൂ. ദ്വാദശിക്ക് രാവിലെ പാരണ വീട്ടുന്ന സമയമുണ്ട്. അതിൽ ഭക്തിയോടെ പാരണയും കൂടെ വീട്ടിയാൽ മാത്രമേ ഏകാദശി വ്രതം പൂർണ്ണമാവുള്ളൂ. അപ്പൊ പകൽ സമയം എപ്പോഴാണോ കൂടുതൽ തിഥി ഏകാദശി വരുന്നത് അത് ആ പക്കത്തിലെ ഏകാദശിയായിട്ട്, വെളുത്ത പക്കാവാം, പക്ഷാവാം, കറുത്ത പക്കത്തിലെ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാവാം, ആ അർത്ഥത്തിലാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 ഡിസംബർ മാസം 30-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയും കൂടെ വരേണ്ട ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. അത്യന്തം വിശേഷമായിട്ടുള്ള വൈകുണ്ഠ ഏകാദശി. അപ്പൊ തലേന്ന് തുടങ്ങും 29 ഇംഗ്ലീഷ് വൈകുന്നേരം ദശമിയോട് കൂടിയിട്ട് ഒരിക്കലുമാണ്. മത്സ്യമാംസാദികൾ മറ്റ് പദാർത്ഥങ്ങളൊക്കെ പൂർണ്ണമായി വർജിച്ച് ഭക്തിയോടെ ഭഗവത് നാമങ്ങളെ ജപിച്ചിരിക്കണം. ദശമിക്ക് വൈകുന്നേരം ഒരിക്കലൂണെന്നാണ്. പണ്ടൊക്കെ ശ്രാദ്ധം ആചരിക്കുമ്പോഴൊക്കെ തലേന്ന് ഒരിക്കലൂണ് പ്രാധാന്യം ഉണ്ടായിരുന്നു. അല്ലിയാച്ചാലും ഒരിക്കലൂണ് നിർബന്ധമായിട്ടും വിശേഷമാണ്. പിറ്റേ ദിവസം ദശമി കഴിഞ്ഞ് ഏകാദശി തിഥി മുഴുവൻ ഭഗവത് നാമജപങ്ങളോടുകൂടി മാത്രം ഇരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അന്ന് അനിഷ്ടങ്ങളായ വിഷയങ്ങൾ ഭുജിക്കാതെ കണ്ട് ഭക്തിയോടുകൂടിയിട്ട് ഭഗവത് നാമങ്ങൾ, ഭാഗവത പാരായണങ്ങൾ, വിഷ്ണു സഹസ്രനാമ മന്ത്രത്തെ ജപിക്കുക എന്നീ വിഷയങ്ങളെ കൊണ്ട് പരിപൂർണമായും ആ ദിവസം ഭക്തിയോടെ
സ്മരണയോടുകൂടിയും പരിപൂർണമായി ആരോഗ്യസ്ഥിതിയൊക്കെ സാധിക്കണവരാച്ചാൽ പരിപൂർണ ഉപവാസം അനുഷ്ഠിക്കുക. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും മുഴുവനായിട്ടൊന്നും ഉപവാസം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിൽ തന്നെയും അവരവർക്ക് സാധിക്കണ മാതിരി ഫലങ്ങളും മറ്റും ഭുജിച്ചുകൊണ്ട് ഇളനീരൊക്കെ കഴിച്ചിട്ടും ആവാം. ഇനിയിപ്പോൾ ശക്തി വരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല വെച്ചാൽ അങ്ങനെയാവാം. ഇനി അതിനും സാധിക്കില്ല വെച്ചാൽ ഗോതമ്പ് കൊണ്ട് പലഹാരങ്ങളൊക്കെ കഴിച്ച് പൂർണ്ണമായും അരി ഭക്ഷണമൊക്കെ വർജിച്ചിട്ടും നമുക്ക് വ്രതമാവാം. അങ്ങനെയും ആവാം. അവരവരുടെ ശക്തിക്ക് അനുസരിച്ച് ഏകാദശി ദിവസം മുഴുവൻ തീർച്ചയായിട്ടും ഭഗവത് ഭജനത്തെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാഗവത പാരായണം ചെയ്യാം, വിഷ്ണു സഹസ്രനാമ നാമങ്ങളെ ജപിക്കാം, വൈഷ്ണവങ്ങളായ നാമജപങ്ങളെ വിഷ്ണു സഹസ്രനാമങ്ങളെ ജപിക്കാം, പല ഒരു ഹരേനാമ മന്ത്രങ്ങളൊക്കെ ജപിച്ചിരിക്കാം. അതൊക്കെ ചെയ്ത് ആ ദിവസം ഏകാദശി മുഴുവൻ തന്നെ തിഥി മുഴുവൻ ഭഗവത് നാമ മന്ത്രജപങ്ങളെ കൊണ്ട് ഇരുന്ന് ആ ദിവസം രാത്രിയും വ്രതമാണ്. പകലുറക്കം തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. അന്യദത്തം പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കലൊക്കെ ഉപേക്ഷിക്കുക. രജോഗുണവർദ്ധിതങ്ങളായ പദാർത്ഥങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുക. മറ്റ് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടലൊക്കെ കുറച്ച് അവരവരുടെ ഗൃഹത്തിൽ തന്നെ അല്ലെങ്കിൽ തൊഴിലിടങ്ങളാണെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടായ ഭക്ഷണം പരിശുദ്ധമായത് മാത്രം കഴിച്ച് ഭഗവത് നാമങ്ങളെ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രങ്ങൾ, ഓം നമോ നാരായണ മന്ത്രങ്ങൾ ഒക്കെ ജപിച്ച് തിഥി മുഴുവൻ വ്രതത്തോടിരിക്കുക. നമുക്ക് വലിയൊരു വ്യാഴപ്രസാദം തന്നെ ഒരു ജാതകത്തിൽ പ്രത്യേകിച്ച് വ്യാഴപ്പഴ കൊണ്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ നിർബന്ധമായിട്ടും ഈ സ്വർഗഭാഗത്തിൽ ഏകാദശി എടുത്തോളൂ. മറ്റേ ഏകാദശി ഒന്നും ചെയ്യാൻ പറ്റിയില്ല വെച്ചാലും തൊഴിൽ രസങ്ങളൊക്കെ മാറണ ചിലപ്പോൾ വ്യാഴത്തിന്റെ അപ്രീതി കൊണ്ടാവും. ജാതകത്തില് വ്യാഴത്തിന്റെ മറവ് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവിനെ കൊണ്ട് വ്യാഴത്തെ കൊണ്ട് ബാധിച്ചിട്ടുള്ള ദോഷങ്ങളെ കൊണ്ട് തൊഴിൽ തടസ്സങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ വൈകുണ്ഠ ഏകാദശിയുടെ പ്രീതി ഉണ്ടായാൽ വിശേഷമാണ്. തൊട്ടടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ രാവിലെ കുറച്ചു നേരം ചെന്നിരുന്നിട്ട് വിഷ്ണു സഹസ്രനാമ മന്ത്രം, ശ്രീകൃഷ്ണ അഷ്ടോത്തര മന്ത്രങ്ങളൊക്കെ ജപിക്കുക വളരെ വിശേഷമാണ്. പറ്റുമെങ്കിൽ ദ്വാദശിക്കും രാവിലെ വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണക്ഷേത്രമോ അല്ലെങ്കിൽ ശ്രീരാമനാവാം, നരസിംഹാവാം, ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെയൊക്കെ ചെന്ന് ദർശനങ്ങളൊക്കെ ചെയ്യുക അത്യന്തം വിശേഷമാണ്. ദ്വാദശി ദിവസം രാവിലെ പുലർക്കാലത്തിൽ തന്നെ ക്ഷേത്ര ദർശനം ചെയ്ത് ഭഗവാന്റെ തീർത്ഥം സ്വീകരിച്ചിട്ട് പാരായണം അവസാനിപ്പിച്ച് ഇഷ്ടഭോജ്യങ്ങളൊക്കെ കഴിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാം. തീർച്ചയായും ഈ സ്വർഗവാതിലെ ഏകാദശി ഭഗവാന്റെ ആ വൈകുണ്ഠത്തിന്റെ ദ്വാരം തുറക്കണ ദിവസമാണെന്നാണ് പറയുക. അപ്പോൾ ഈ ദിവസം ഏകാദശി എടുക്കുന്നവർക്കൊക്കെയും തന്നെ തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് സാധിക്കണവരൊക്കെ ഈ ഏകാദശി എടുക്കുക. അനന്തമായ ഫലമാണ്. ഒരു വർഷത്തെ മുഴുവൻ ഏകാദശിയുടെ ഫലം ഇതിലൂടെ ലഭിക്കുന്ന പറയണത്. അപ്പോൾ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായ ചിട്ടകളോടുകൂടി എടുക്കുക. അവരവരുടെ ശരീരശക്തിയും ആരോഗ്യമൊക്കെ നോക്കിയിട്ടാവാം എന്നേ പറഞ്ഞുള്ളൂ. അല്ലാത്തവർ ഈ പറഞ്ഞ മാതിരി രണ്ടാമത്തെ രീതിയിലും വ്രതമൊക്കെ എടുക്കാം. 30-ാം തീയതിയാണ് അപ്പോൾ ഏകാദശി. 29-ന് വൈകുന്നേരം, ദശമിക്ക് വൈകുന്നേരം തന്നെ വ്രതം തുടങ്ങണം. ദ്വാദശിക്ക് രാവിലെ, 31-ന് രാവിലെ പാരണ വീട്ടിയിട്ടേ തീരുള്ളൂ. അത്രയും സമയം മനസ്സും ശരീരവും ഒക്കെ എല്ലാ പ്രകാരത്തെങ്കിലും പരിശുദ്ധമായിരിക്കണം. നാമജപത്തിനാണ് പ്രാധാന്യം, അതും ശ്രദ്ധിക്കണം. ഏതായാലും ഏകാദശി വ്രതം തീർച്ചയായും എല്ലാവരും എടുക്കുക. വൈകുണ്ഠ ഏകാദശിയുടെ ഫലം, അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് മറ്റൊരു വിഷയമായി ഇനിയൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.